ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7-ലെ എക്സാമ്പിൾ 2 ആണ്. ഇപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഷോ ദാറ്റ് ദ പോയിന്റ്സ് 1,7, 4,2, -1, -1 ആൻഡ് -4,4 ആർ ദി വെർട്ടീസസ് ഓഫ് എ സ്ക്വയർ. ഇത് നാലും സ്ക്വയറിൻ്റെ വെർട്ടീസസ് ആണ് എന്നുള്ളത് നമ്മൾ ഷോ ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഞാനിവിടെ ഇതിന് പേര് കൊടുക്കുന്നത് ABCD. ABCD ഈസ് എ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ 4 സൈഡുകളും, അതായത് ABയും BCയും CDയും ADയും എന്തായിട്ട് കിട്ടണം? 4 സൈഡുകളും ഈക്വലായിട്ട് കിട്ടണം. അതേപോലെ ഡയഗണൽസും എന്തായിട്ട് കിട്ടണം? ഈക്വലായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ചെയ്യുന്ന ഉടനെ നമുക്കിവിടെ എന്താ പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. A നമുക്ക് 1,7 ആയിട്ട് എടുക്കാം, BA നമുക്ക് 4,2 ആയിട്ട് എടുക്കാം, C ഈസ് -1, -1, D ഈസ് -4,4. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പം AB ഈസ് ഈക്വൽ ടു BC ഈസ് ഈക്വൽ ടു CD ഈസ് ഈക്വൽ ടു AD എന്ന് കിട്ടണം. അതേപോലെ BD ഈസ് ഈക്വൽ ടു AC എന്നും കിട്ടണം. അതായത് ഡയഗണൽസും എന്തായിട്ട് കിട്ടണം? ഈക്വലായിട്ട് കിട്ടണം. ഇത് രണ്ടും ഈക്വലായിട്ട് വന്നാൽ മാത്രമേ ഇത് സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ പോയിൻറ്റ്സ് സ്ക്വയറിൻ്റേതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ സ്ക്വയറിൻ്റെ സൈഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ AB കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ പോയിൻറ്റ്സിന് പേര് തന്നിട്ടില്ല, പേര് കൊടുത്ത് വേണം ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാൻ. ലെറ്റ് A 1,7, B 4,2, C -1, -1 ആൻഡ് D -4,4 be the given points. ഇനി എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ ABയും BCയും CDയും ADയും ഒക്കെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ AB കണ്ടുപിടിക്കുന്നു. നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? x2 -x1 അല്ലെങ്കിൽ x1 - x2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഞാനത് കഴിഞ്ഞ എക്സാമ്പിൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. പ്ലസ് y1 - y2 ദി ഹോൾ സ്ക്വയർ. റൂട്ട് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. x2 - x1 എന്ന് എഴുതിയാലും x1 - x2 എഴുതിയാലും സെയിം തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് നമ്പർ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ആൻസർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അതുകൊണ്ട് എങ്ങനെ എഴുതിയാലും ഇക്വേഷൻ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ AB എടുക്കുമ്പോൾ നമ്മൾ ഈ 2 പോയിൻറ്റ്സുകളാണ് നോക്കുന്നത്. അപ്പോൾ റൂട്ട് എന്ത് വരും? 1 - 4 ദി ഹോൾ സ്ക്വയർ പ്ലസ് 7 - 2 ദ ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾ ഫോർമുല തിരിച്ച് x2 - x1 എടുക്കുന്നത് എന്ത് വരും? 4 - 1 ദ ഹോൾ സ്ക്വയർ ആൻഡ് 2 - 7 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. എങ്ങനെ വന്നാലും ലാസ്റ്റ് ആൻസർ നിങ്ങൾക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. റൂട്ട് 1 - 4 ഈസ് -3, -3യുടെ സ്ക്വയർ 9 പ്ലസ് 7 - 2 5, 5ൻ്റെ സ്ക്വയർ 25, 25 + 9 ഈസ് 34. അപ്പോൾ റൂട്ട് 34 എന്ന് കിട്ടി. AB നമുക്ക് റൂട്ട് 34 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? BC. അപ്പോൾ BC എടുക്കുമ്പോൾ നമ്മൾ ഇത് 2 എണ്ണമാണ് എടുക്കുക, Bയും Cയും. എന്ത് വരും? റൂട്ട് 4 - -1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 - -1 the whole square is equal to root 4 - -1 is 5, 5 square is 25 plus 2 + 1 3, 3 square is 9 is equal to root 34. ഇനി അടുത്തത് CD is equal to root, അപ്പോൾ നമ്മൾ Cയും Dയുമാണ് നോക്കുന്നത് കേട്ടോ. -1 - -4 the whole square plus -1 - 4 the whole square is equal to root. ഇതെന്ത് വരും? -1 + 4 is 3, 3 square is 9. ഇത് -5 square, that is 25. That is
റൂട്ട് 34. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? എ ഡി കണ്ടുപിടിക്കണം. എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട്, അപ്പോൾ എയും ഡിയുമാണ് നോക്കുക, 1 മൈനസ് -4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7 മൈനസ് 4 the whole square is equal to 5 square is 25 plus 7 minus 4 is 3. 3 square is 9 is equal to 34. അപ്പോൾ നമുക്ക് സൈഡ്സുകൾ 4ഉം ഈക്വലായിട്ട് കിട്ടി. ഇനി നമുക്ക് ഡയഗണൽസ് കൂടെ നോക്കാം. ഡയഗണൽസ് എന്താണ്? എ സിയും ബി ഡിയും. ഇനി നമ്മൾ എ സി കണ്ടുപിടിക്കുന്നു. എ സി, അപ്പോൾ നമ്മൾ എയും സിയുമാണ് നോക്കുക. നിങ്ങൾ പോയിൻറ്റ്സ് നോക്കുന്നത് തെറ്റിപ്പോകരുത് കേട്ടോ. റൂട്ട് 1 മൈനസ് -1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 7 മൈനസ് -1 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ ഈസ് 4, 8 സ്ക്വയർ ഈസ് 64 ഈസ് ഈക്വൽ ടു റൂട്ട് 68. ഇനി അടുത്തത് ബി ഡി. അപ്പോൾ ബിയും ഡിയും നോക്കുക കേട്ടോ. റൂട്ട് 4 മൈനസ് -4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. 8 സ്ക്വയർ ഈസ് 64, 2 മൈനസ് 4 ഈസ് -2. -2ൻ്റെ സ്ക്വയറും 4 തന്നെ വരും. ഇസ് ഈക്വൽ ടു റൂട്ട് 68. അപ്പോൾ നമ്മൾ ഈ ചെയ്തതിനകത്ത് എന്ത് വന്നു? സിൻസ് എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു എ ഡി ആൻഡ് എ സി ഈസ് ഈക്വൽ ടു ബി ഡി അല്ലേ? ഓൾ ദി 4 sides of quadrilateral ABCD are equal and its diagonal AC and BD are also equal. Therefore, ABCD is a square. അപ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ്സ് തന്നിട്ട് അത് സ്ക്വയർ ആണോ എന്ന് ഷോ ചെയ്യാൻ പറഞ്ഞാൽ സൈഡ്സ് 4ഉം ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം, ഡയഗണൽസ് ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്യണം. സൈഡ്സ് മാത്രമേ ചെയ്തുള്ളെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ തെറ്റായിരിക്കും. എന്തുകൊണ്ടാണ്? സൈഡ്സ് 4ഉം ഈക്വലായിട്ട് വരുന്നത് റോംബസിനാണല്ലേ. അപ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കാണിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.